അശാന്തിയുടെ നാളുകളിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. സമീപ ദിവസങ്ങളിലായി തന്നെ ഭീകരർ പാകിസ്ഥാനെ വിഴുങ്ങുകയാണ്. മൂന്നിടങ്ങളിലാണ് ഇപ്പോൾ ഒരേ സമയം തന്നെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്ഫോടനത്തിൽ വീടുകളും സ്കൂളുകളും പൂർണ്ണമായും തന്നെ തകർന്നതിന്റെ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഖൈബർ പത്വേക പ്രവിശ്യയിലാകട്ടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ 3 വ്യത്യസ്ത ആക്രമണങ്ങളിലും ഏറ്റുമുട്ടലിലുമായി തന്നെ ഒരു കൊച്ചുകുട്ടിയടക്കം 14 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വൃത്തങ്ങൾ നൽകുന്ന വിവരം. സ്ഫോടനത്തിലും വെടിവെപ്പിലുമായി തന്നെ 25ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്ലാമാബാദിലെ പള്ളിയിൽ 31 പേരുടെ മരണത്തിനിടയാക്കിയ ചാവേർ സ്ഫോടനം നടന്ന് ദിവസങ്ങൾക്കുള്ളിലാണ് വീണ്ടും രാജ്യത്ത് ഇത്തരത്തിൽ നടക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആക്രമണ പരമ്പര അരങ്ങേറിയത്. ഇസ്ലാമാബാദ് പള്ളി സ്ഫോടനത്തിന് പിന്നാലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പാക് താലിബാൻ അതായത് TTP ആണ് എന്ന സംശയം ഇപ്പോൾ വലിയ രീതിയിൽ ഉയരുന്നതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ആഭ്യന്തര സുരക്ഷാ ഭീഷണിയും വർദ്ധിക്കുന്നത് പാക് സർക്കാരിനും സൈന്യത്തിനും വലിയ തലവേദനയായി മാറുകയാണ് ഈ ഒരു അവസരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഭീകരമായ ആക്രമണം നടന്നത് ബജൌർ ജില്ലയിലാണ്. സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഒരു മതപഠനശാലയുടെ മതിലിലേക്ക് ചാവേർ ഇടിച്ചു കയറ്റുകയായിരുന്നു ഉണ്ടായത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ 8 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു. സംഭവത്തെ തുടർന്നുകൊണ്ട് അവിടെ ഇത്തരത്തിൽ സ്ഫോടനത്തെ തുടർന്ന് സമീപത്തെ വീടുകളുടെ മേൽക്കൂര തകർന്നു വീണത് വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലൊരു കുട്ടി മരിക്കുകയും ചെയ്തു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമടക്കം സൈന്യം പരിശോധിച്ചു വരികയാണ്. പരിക്കേറ്റ 10ഓളം പേരെ ഹെലികോപ്റ്റർ മാർഗം വഴിയാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചതും. ഖന്നു ടൗണിലെ മിരിയാൻ പോലീസ് സ്റ്റേഷന് സമീപമാണ് അവിടെ മറ്റൊരു ആക്രമണം നടന്നിരിക്കുന്നത്. പാർക്ക് ചെയ്തിരുന്ന റിക്ഷയിൽ ഒളിപ്പിച്ച ബോംബാകട്ടെ അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആക്രമണം ഉണ്ടാവുകയാണ്. സംഭവത്തിൽ 2 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 17 പേർ അവിടെ പരിക്കേൽക്കുകയും ചെയ്തു. 8 കിലോയിലധികം തന്നെ സ്ഫോടക വസ്തുക്കൾ ഈ സ്ഫോടനത്തിനായി തന്നെ ഉപയോഗിച്ചതായിട്ടാണ് ബോംബ് ഡിസ്പോസൽ സ്ക്വാഡിന്റെ പ്രത്യേക നിഗമനം പുറത്തുവരുന്നത്. പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണമെന്നും വ്യക്തമാവുന്നുണ്ട്. 3ാമത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാകട്ടെ ഷംഗ്ല ജില്ലയിലാണ്. രഹസ്യ വിവരത്തെ തുടർന്നുകൊണ്ട് പോലീസ് നടത്തിയ തിരച്ചിലിനിടയിലാണ് ഇത്തരത്തിൽ വെടിയുതിർത്തതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റുമുട്ടലിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടപ്പോൾ തിരിച്ചടിയിൽ 3 ഭീകരരെ സൈന്യം വധിച്ചു. കൊല്ലപ്പെട്ട ഭീകരരാകട്ടെ പാകിസ്ഥാനിലെ ചൈനീസ് പൗരന്മാരെ ലക്ഷ്യമിട്ട് മുൻപ് നടന്ന ആക്രമണങ്ങളിൽ പങ്കാളികളാണ് എന്നതാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.